ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റീഗൽ അക്കാദമി കോളേജിന്റെ മറ്റൊരു ഗ്രാമർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ പറയാനുള്ള വേർഡ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് പഠിക്കുകയാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇത് പറ്റില്ല, പിന്നെ അത് ശരിയാകില്ല, ഇത് നടക്കില്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നിങ്ങനെ പറയുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഇത് പറ്റില്ല, യു ആർ ലേറ്റ് അഗെയിൻ, ദിസ് വോണ്ട് ഡു എന്നെ പറഞ്ഞത് ദിസ് വോണ്ട് ഡു. ഇത് പറ്റില്ല എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് വോണ്ട് ഡു എന്നാണ്. നീ വീണ്ടും ലേറ്റ് ആയിട്ട് വന്നു, ഇത് പറ്റില്ല എന്നുള്ളതാണ്. അടുത്തത് അത് ശരിയാകില്ല, ഓക്കെ, അത് ശരിയാകില്ല. അപ്പൊ അതിന് പറയുന്നത് ദാറ്റ് വോണ്ട് ഡു എന്നാണ്. അപ്പോൾ നീ എൻ്റെ കൂടെ കല്യാണത്തിന് വന്നാൽ അത് ശരിയാകില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ദാറ്റ് വോണ്ട് ഡു എന്നാണ്. ഓക്കെ, ഇത് നടക്കില്ല, എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് സിംപ്ലി വോണ്ട് ഡു. ഓക്കെ, അപ്പോൾ കുറച്ച് കാശ് നമുക്ക് കടം ചോദിച്ചു, അപ്പൊ നമ്മൾ പറയണം അതെന്തായാലും നടക്കത്തില്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണ് ഇറ്റ് സിംപ്ലി വോണ്ട് ഡു എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ നിന്റെ കൂടെ വന്നത് കൊണ്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഈ വണ്ടി നീ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇറ്റ് വോണ്ട് ബി ഡു എനി ഗുഡ് എന്നാണ്. ഇറ്റ് വോണ്ട് ഡു എനി ഗുഡ് എന്നാണ്. ഇറ്റ് വോണ്ട് ഡു എനി ഗുഡ്. അപ്പൊ ഈ ഒരു വാക്കുകൾ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ ആ സെന്റൻസിന് കൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാക്കുകളുടെ കൂടെ ജസ്റ്റ് ഇത് കൂടെ ആഡ് ചെയ്യുക. ഇറ്റ് വോണ്ട് ഡു എനി ഗുഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.